നെക്സ്റ്റ് ഒരു നല്ല ക്വസ്റ്റ്യനാണ്. സാധാരണഗതിയിൽ ഒരു എസ് എ മോഡലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒരു വലിയ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക, നല്ല ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് എ പ്രിസം. നിങ്ങൾ നോക്കൂ, പ്രിസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാബിൽ. ഞാനൊരു പ്രിസത്തിനെ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഒരു ട്രയാങ്കുലർ പ്രിസമാണ്, ഒരു ട്രയാങ്കുലർ പ്രിസം. കുഴപ്പമില്ലല്ലോ. ഈ ലൈറ്റ്, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി ഇതിൽ ലൈറ്റ് വീഴുകയാണ്, നോക്കിക്കോളൂ. ഇപ്പം ലൈറ്റ് ഇങ്ങനെ ചരിഞ്ഞ് വീഴുന്നു. ഓക്കെ, ഈ ലൈറ്റ് വീഴുന്ന ഈ പോയിന്റിൽ ഞാനൊരു നോർമൽ വരയ്ക്കാം. ഓക്കെ, നോർമലൊക്കെ ആളുകൾ കണ്ട് അടിക്കരുത്. നോർമൽ സർഫസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ആയിരിക്കണം. ഈ ലൈറ്റിന് എന്ത് സംഭവിക്കും? ഇവിടെ വെച്ച് റിഫ്രാക്ഷൻ സംഭവിച്ച് അത് ഇങ്ങനെ പോകും, ആണല്ലോ. ലൈറ്റ് ഇങ്ങനെ പോകും. ഈ പോയിന്റിൽ നിന്ന് ലൈറ്റ് വെളിയിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അവിടെ വീണ്ടും ഒരു നോർമൽ വരച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നോർമൽ വരച്ചു, കണ്ടല്ലോ. ഈ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും. ബെൻസ് ടുവേഴ്സ് എ നോർമൽ ആണെങ്കിൽ ഇങ്ങോട്ട് വരും. അപ്പോൾ ബെൻസ് എവേ ആവുകൊണ്ട് ഇങ്ങോട്ട് പോകും. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് താഴോട്ട് പോകും. ഇതെല്ലാവർക്കും മനസ്സിലായി. ഇനി ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻ്റ് റേക്കും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് എമർജൻ്റ് റേ ആണ്. എമർജൻ്റ് റേക്കും ഇതിനിടയ്ക്കുള്ള ഈ ആംഗിളിനെ ഞാൻ ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് വിളിക്കാം. ഇനി ഇത് റിഫ്രാക്റ്റഡ് റേ ആണ്. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ R1 എന്ന് വിളിക്കാം. ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ R2 എന്ന് വിളിക്കാം. ഇനി ഞാൻ ഇത് രണ്ട് നോർമൽസിനെയും കൂടെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പേര് A, ഇത് B, ഇത് C എന്നാണ്. ഇനി ഈ പോയിന്റിന് ഞാൻ Q എന്ന് പേര് കൊടുക്കുന്നു, ഈ പോയിന്റിന് N എന്ന് പേര് കൊടുക്കുന്നു, ഈ പോയിന്റിന് R എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, പേരെല്ലാം കൊടുത്തു. ഇനി ഇൻസിഡൻ്റ് റേ ഞാനൊന്ന് നീട്ടി വരയ്ക്കുന്നു. അപ്പോൾ ഇൻസിഡൻ്റ് റേ ഞാനൊന്ന് നീട്ടി വരച്ചു, കണ്ടോ. ഇൻസിഡൻ്റ് റേയുടെ നീട്ടി വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇങ്ങനെ പോകേണ്ടിയിരുന്നതാണ്, പക്ഷേ റിഫ്രാക്ഷൻ എഫക്റ്റ് കാരണമാണ് ഡീവിയേറ്റ് ചെയ്തത്. ഇനി ഇപ്പോൾ ഇൻസിഡൻ്റ് റേയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. എമർജൻ്റ് റേയുടെ ഡയറക്ഷൻ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, കണ്ടോ, ഇവിടെ മുട്ടും. അപ്പോൾ ഇത് ആംഗിൾ ബിറ്റ്വീൻ ദ ഡയറക്ഷൻസ് ഓഫ് ഇൻസിഡൻ്റ് റേ ആൻഡ് എമർജൻ്റ് റേ അല്ലേ. ഇതിനെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയും. എന്താ പറയുക? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മളിവിടെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. ഈ പോയിന്റിൻ്റെ പേര് Q, ഇത് N, ഇത് R. ഓക്കെ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ QNR കാണുന്നുണ്ട്. ഇതിലെ 3 ആംഗിളൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ ട്രയാങ്കിൾ QNRനെ നിങ്ങൾ കണ്ടു. അതിലെ 3 ആംഗിളൂടെ ആഡ് ചെയ്താൽ 180 കിട്ടും. അപ്പോൾ R1 പ്ലസ് R2 പ്ലസ് ആംഗിൾ QNR ആഡ് ചെയ്താൽ എത്ര കിട്ടും? 180 ഡിഗ്രി എന്ന് കിട്ടും. സംശയം ആർക്കെങ്കിലും ഉണ്ടായോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കാണാൻ പറ്റും, AQNR. അപ്പോൾ AQNR എന്ന് പറയുന്ന ആ ക്വാഡ്രിലാറ്ററൽ നമ്മുടെ ഇവിടെ ഒരു നോർമലാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ, ഇവിടുത്തെ ഈ ലൈനിനോടേക്കുള്ള ഈ ആംഗിൾ 90 ആണ്. അതുപോലെ ഇതൊരു നോർമലാണ് വരച്ചിരിക്കുന്നത്. ഇതിനോടേക്കുള്ള ആംഗിളും 90 ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90, ഇവിടുത്തെ ആംഗിൾ 90. അപ്പോൾ 90 കൂടെ 180 ആയി. ബാക്കി സം ഓഫ് 4 ആംഗിൾസ് 360 ആണ്. അപ്പോൾ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ ബാക്കി 180 വരണം. ഒന്നുകൂടെ ഞാൻ പറയാം. AQNR എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൽ ഇവിടുത്തെ ആംഗിളും അവിടുത്തെ ആംഗിളും 90 ആണ്. അപ്പം 90 കൂടെ 180 ആയി. അപ്പോൾ ബാക്കി വരുന്ന ഇവിടുത്തെ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ ബാക്കി 180 ഇവിടെ വരണം. അപ്പോൾ ഞാൻ എഴുതാം, പറയൂ എന്തൊക്കെയാണ്. ആംഗിൾ എയും പിന്നെ ആംഗിൾ QNRും കൂടെ ആഡ് ചെയ്യുമ്പോൾ ബാക്കി 180 ഇവിടെ വരണം. ഓക്കെ, 2 ഇക്വേഷൻസ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 2 ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക. 180 രണ്ടിലുമുണ്ട്, QNR രണ്ടിലുമുണ്ട്. അപ്പോൾ A എന്ന് പറയുന്നത് എന്തായിരിക്കും? R1 പ്ലസ് R2 ആയിരിക്കും. അപ്പോൾ R1 പ്ലസ് R2 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? Aക്ക് ഈക്വൽ ആയിരിക്കും. അവിടെ ഇരിക്കട്ടെ, ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മളിവിടെ ഈ ആംഗിൾ എത്ര വരും? ഇവിടുത്തെ ഈ ആംഗിൾ എത്ര വരും? നിങ്ങളിവിടെ നോക്കൂ, ഇവിടെ ഈ ആംഗിൾ I ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് വെർട്ടിക്കലി ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും I തന്നെയാണ്. അപ്പോൾ ഇത്രയും I ആണ്, ഇത് R1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെത്ര വരും? I മൈനസ് R1 അല്ലേ? ഒന്നും കൂടെ, ഇത് I ആണ്, ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഇത്. അപ്പോൾ അതും I ആണ്. അപ്പോൾ ഇത് R1 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? I മൈനസ് R1 എന്ന് വരും. അപ്പോൾ ഈ ആംഗിൾ ഞാൻ ആരും കാണാതെ എഴുതാം, എത്രയാ? I മൈനസ് R1 എന്നാണ്. അതുപോലെ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ E ആണ്, ഇതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റുള്ള ആംഗിൾ അല്ലേ ഇത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇത്, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ E ആണെങ്കിൽ ഇത് E ആണ്. അപ്പോൾ ഇത്ര E ആണ്. ഇത് R2 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? പറയൂ. ഈ ആംഗിൾ എന്ന് പറയുന്നത്
എന്തായിരിക്കും എന്താണ് ഇ മൈനസ് ആർ ടു ആയിരിക്കും. അപ്പം അതും നമ്മൾ മാത്രമേ കണ്ടുള്ളൂ ഇ മൈനസ് ആർ ടു. അപ്പോൾ ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? ഐ മൈനസ് ആർ വൺ ആണ്. ഈ ആംഗിൾ എത്രയാണ്? ഇ മൈനസ് ആർ ടു ആണ്. അത്ഭുത സംഭവങ്ങളൊന്നുമല്ല. ഇനി എക്സ്റ്റീരിയർ ആംഗിൾ തിയറം നമുക്ക് പ്രയോഗിക്കാം. നമുക്കിവിടെ ഒരു എം ഇവിടെ ആഡ് ചെയ്യാം. എം ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾ എം ക്യു ആറിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പ്രയോഗിക്കുകയാണ്. ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താൽ ഡെൽറ്റ കിട്ടണ്ടേ? അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഐ മൈനസ് ആർ വൺ ആണ്. അപ്പോൾ ഐ മൈനസ് ആർ വണ്ണും പറയും. ഇതെന്താണ്? ഇ മൈനസ് ആർ ടു ആണ്. ഇ മൈനസ് ആർ ടും കൂടെ ആഡ് ചെയ്താൽ ഡെൽറ്റ കിട്ടണം ആണല്ലോ. ഇനി ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. ഐ പ്ലസ് ഇ ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഐ പ്ലസ് ഇ ഒരുമിച്ച് എഴുതി. ഇനി മൈനസ് ഇങ്ങെടുത്തു, ബാക്കി മൈനസ് എടുത്താൽ ആർ വൺ പ്ലസ് ആർ ടു എന്ന് വരും. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഡെൽറ്റ എന്നാണ്. ഇനി അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐ പ്ലസ് ഇ മൈനസ് ആർ വൺ പ്ലസ് ആർ ടു എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എന്നാണ് എനിക്ക് കിട്ടിയ ഇക്വേഷൻ. ഞാൻ ബോക്സിനകത്ത് ഇട്ട് വെച്ചു, അവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഇൻസിഡൻ്റ് റേ ആണ്, ഇത് നോർമലാണ്. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിയാൽ നിങ്ങളിപ്പോൾ ഇതിനകത്തൊരു 30 ഡിഗ്രിയാണ് എടുത്തതെന്ന് വെച്ചോളൂ. അടുത്ത ട്രയലിൽ ഇത് 50 ആക്കിയെന്ന് വെച്ചോളൂ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ കൂട്ടിയാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയും. നിങ്ങൾ ലാബിൽ ചെയ്തിരുന്നെങ്കിൽ അത് മനസ്സിലായേനെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വീണ്ടും കൂട്ടിയാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ വീണ്ടും കുറയും. അങ്ങനെ ഐ കൂട്ടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞ് ഏറ്റവും മിനിമത്തിലെത്തും. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂവിലെത്തി. ആ മിനിമം വാല്യൂ ഓഫ് ഡീവിയേഷനെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയും. എന്താ പറയുക? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാണ് പറയുക ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഐ കൂട്ടിയാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറയും. ഐ കൂട്ടുന്നതനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞ് ഏറ്റവും മിനിമം വാല്യൂ ആയ ഡി എമ്മിലെത്തി. ആ മിനിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഇനിയും നിങ്ങൾ ഐ കൂട്ടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടും. അപ്പോൾ എന്താണ് വേരിയേഷൻ ഓഫ് ഐ വിത്ത് ഡെൽറ്റ? പറയൂ, എന്താണ് ഐയും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആസ് ഐ ഈസ് ഇൻക്രീസ്ഡ്, പറയൂ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡിക്രീസസ്, it reaches a minimum value, okay, called angle of minimum deviation, represented as dm. If I is increased again, angle of deviation also increases. Okay, the variations can be plotted on a graph. ഒരു ഗ്രാഫിൽ ഇത് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ രണ്ടും വരച്ച് കാണിക്കുകയാണ്. നമ്മളിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഇവിടെ വരയ്ക്കുന്നത്, ഇവിടെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് വരയ്ക്കുന്നത്. ഓക്കെ, ഐ കൂട്ടുമ്പം ഡീവിയേഷൻ കുറയും. അപ്പോൾ കുറഞ്ഞു വരും, കണ്ടോ? കുറഞ്ഞു വന്നിട്ട് അപ്പോൾ ഈ മിനിമത്തിലെത്തി, കണ്ടോ? ഈ മിനിമം വാല്യൂ ഓഫ് ഡീവിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡി എം. ഇനിയും ഐ കൂട്ടിയാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കൂടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതേമാതിരി ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക, കണ്ടോ? ഓക്കെ, ഈ ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് കിട്ടും. അപ്പോൾ ഈ ലോവസ്റ്റ് വാല്യൂ ഓഫ് ഡീവിയേഷനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ പറയുന്ന കാര്യം, ഇപ്പോഴത്തെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഞാൻ കൂട്ടി കൊണ്ടുപോയി അവസാനം ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഏറ്റവും കുറഞ്ഞു. ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഒന്നും കൂടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങൾ കൂട്ടിക്കൊണ്ടാണ് പോയത്. കൂട്ടിക്കൊണ്ട് പോയ സമയത്ത് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞാണ് വന്നത്. കുറഞ്ഞ് വന്ന അവസാനം ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്തിയ ആ സമയത്ത് നിങ്ങൾ ഈ ഫിഗർ ചെക്ക് ചെയ്താൽ ഐയും ഇയും സെയിം ആണെന്ന് കാണാം. ഫിഗറിൽ ഐയുടെയും ഇയുടെയും വാല്യൂ സെയിം ആണെന്ന് കാണാം. അതുപോലെ R1-ൻ്റെയും R2-ൻ്റെയും വാല്യൂവും സെയിം ആണെന്ന് കാണാം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഐ കൂട്ടിക്കൊണ്ടിരുന്നു നമ്മൾ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ കുറഞ്ഞ് ഏറ്റവും മിനിമം ആയ ആ കണ്ടീഷനിൽ ഐയും ഇയും സെയിം ആണ്. അതുപോലെ R1-ഉം R2-ഉം സെയിം ആണ്. ഇനി ഐയും ഇയും സെയിം ആയതുകൊണ്ട് നിങ്ങൾ രണ്ടിനെയും എന്താണ് ഐ എന്നങ്ങ് എടുക്കുക. ടേക്ക് ആസ് ഐ, രണ്ടിനെയും ഐ എന്ന് എടുക്കുക. R1-ഉം R2-ഉം ഈക്വൽ ആണ്, രണ്ടിനെ നിങ്ങൾ R എന്നങ്ങ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷൻസ് രണ്ടെണ്ണവും മോഡിഫൈഡ് ആവും. ഈ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈഡ് ആവും? R1-നും R2-നും പകരം R ഇട്ടാൽ R + R = A, അതായത് 2R = A എന്ന് നമുക്ക് കിട്ടും. എന്താ കിട്ടുക? 2R = A.
അപ്പോൾ ആർ ഈക്വൽ ടു എ ബൈ 2 എന്ന് കിട്ടും ആണല്ലോ. അതുപോലെ നമ്മുടെ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഐയും ഇയും സെയിം ആണ്, രണ്ടിന് പകരവും ഐ എന്നിടാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെന്തായി? ഐ പ്ലസ് ഐ എന്താണ്? 2i മൈനസ് എ ഈക്വൽ ടു ഡെൽറ്റയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? ഡി എം ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് 2i എങ്ങനെ കണ്ടുപിടിക്കും? 2i ഈക്വൽ ടു ഡി എം പ്ലസ് എ അല്ലെങ്കിൽ എ പ്ലസ് ഡി എം എന്ന് എഴുതാം. ഇതിനകത്തുനിന്ന് ഐ എങ്ങനെ കാണും? ഐ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി എം ഡിവൈഡ് ബൈ 2 എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഐയുടെ ആൻസറും കിട്ടി, ആറിൻ്റെ ആൻസറും കിട്ടി. അപ്പം ഐയും കിട്ടി, ആറും കിട്ടി. ഇനി നിങ്ങൾ പറയുക, നമ്മുടെ ഈ ഇരിക്കുന്നത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രിസമാണ്. ഓക്കെ, വേറെ ഒന്നും ആലോചിക്കരുത്. ലൈറ്റ് ഇതിനകത്തേക്ക് ഇടിച്ചു കയറുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐയും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആറും ആണെന്ന് ഇരിക്കട്ടെ. ലൈറ്റ് പ്രിസത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. അപ്പം ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. ഇത് പ്രിസമാണ്, ലൈറ്റ് ഇങ്ങനെ ഇടിച്ചു കയറുന്നു. ഇവിടെ ഇത് വരച്ചു. ഓക്കെ, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇനി ഇത് റിഫ്രാക്റ്റഡ് റേ, ഇത് ആർ, ഇത് ഐയും ഇത് ആറും ആണെങ്കിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ എന്താ വഴി? പെട്ടെന്ന് പറ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ കൊണ്ട് പറയും പെട്ടെന്ന്. എന്താണ് പഠിച്ചത്? ഐ ഇസ് ഈക്വൽ ടു പറയൂ, സൈൻ ഐ ബൈ സൈൻ ആർ എന്നാണ്. സൈൻ ഐ ബൈ സൈൻ ആർ പേടിച്ചോ? അപ്പൊ എൻ ഈസ് ഈക്വൽ ടു സൈൻ എന്താണ്? ഐ എന്താണെന്ന് നോക്കി പറയൂ. ഇവിടെ എവിടെ ഐ എഴുതിയിട്ടുണ്ട്? എ പ്ലസ് ഡി എം ബൈ 2. അപ്പൊ എ പ്ലസ് ഡി എം ഡിവൈഡഡ് ബൈ 2 എന്നാണ്, ഡിവൈഡഡ് ബൈ സൈൻ എന്താണ്? ആർ എന്ന് പറഞ്ഞാൽ എ ബൈ 2 ആണ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഈ ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇപ്പം മെറ്റീരിയൽ ഓഫ് പ്രിസം ഇവിടെ ഗ്ലാസ് ആണ്. അപ്പം ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടി. എന്താണ് ഇക്വേഷൻ? എൻ ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി എം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. വേണ്ടാത്ത കോലാഹലങ്ങളൊന്നും കാണിക്കരുത്, 2 ഒന്നും വെട്ടിപ്പോകില്ല. അപ്പോൾ നോക്കുക, അപ്പോൾ ഇത് ആംഗിളാണ്. ആ എ പ്ലസ് ഡി എം ബൈ 2 അവിടുത്തെ ആംഗിളും എ ബൈ 2 ഇവിടുത്തെ ആംഗിളുമാണ്. 2 ഒന്നും ക്യാൻസൽ ചെയ്ത് കളയരുത്, അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് പറയരുത്. സോ വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മെറ്റീരിയൽ ഓഫ് പ്രിസം? എൻ ഈസ് ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി എം ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇറൈസ് ചെയ്തിട്ട് ഈ റിസൾട്ട് ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതി കാണിക്കാം. നിങ്ങൾ നോക്കും, ഫുൾ ഇതും ഇറൈസ് ചെയ്ത് കളഞ്ഞു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണല്ലോ ഇക്വേഷൻ കിട്ടിയത്. എന്താണ്? സൈൻ എ പ്ലസ് ഡി എം ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 എന്നാണ് ആണല്ലോ. ഇനി ആംഗിൾ എല്ലാം വളരെ ചെറുതാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്രോക്സിമേഷൻ ഉണ്ടല്ലോ. എന്താണത്? സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആണല്ലോ. അപ്പൊ അത് ഉപയോഗിച്ചാൽ ഇവിടെ സൈൻ തീറ്റ എന്ന് എഴുതണ്ട, ഇനി തീറ്റ മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു ഇതിന് പകരം എ പ്ലസ് ഡി എം ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എ ബൈ 2 എഴുതാം. ബുദ്ധിമുട്ടായിട്ട് തോന്നിയാർക്കെങ്കിലും, കാരണം സൈൻ തീറ്റ എന്നുള്ളതിനെ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ സൈൻ തീറ്റ എന്നുള്ളതിനെ തീറ്റ എന്ന് എഴുതാം. ഇനി രണ്ടിലെയും 2 അങ്ങ് ക്യാൻസൽ ചെയ്യുക. അപ്പം എൻ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എ പ്ലസ് ഡി എം ഡിവൈഡഡ് ബൈ എ എന്നാണ്. അപ്പം എൻ ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയണം, പെട്ടെന്ന് പറയാം, എ ബൈ എ എത്ര? 1 പ്ലസ് ഡി എം ബൈ എ എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനെടുത്ത് ഇപ്പുറത്ത് വെച്ചാൽ എൻ മൈനസ് 1 ഈക്വൽ ടു ഡി എം ഡിവൈഡഡ് ബൈ എ എന്നാണ്. ഇത് ക്രോസ് ചെയ്താൽ ഡി എം ഈസ് ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഡി എമ്മിന് പകരം ഞാനിപ്പോൾ പ്ലെയിനായിട്ട് ഡി എം എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ തന്നെയാണല്ലോ. അപ്പോൾ ഇതിന് പകരം ഡീവിയേഷൻ എന്ന് ഞാൻ അങ്ങ് എഴുതാം. അപ്പോൾ ഡീവിയേഷൻ ഈക്വൽ ടു എൻ മൈനസ് 1 ഇൻറ്റു എ എന്നൊരു സ്ട്രെയിറ്റ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ നമ്മളിവിടെ ആംഗിൾ വളരെ ചെറുതാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ഡീവിയേഷൻ ഈക്വൽ ടു എ ഇൻറ്റു എൻ മൈനസ് 1. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇത് നമുക്ക് പലയിടവും പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ ഡീവിയേഷൻ കാണാനുള്ള ഒരു പുതിയ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ഫോർ സ്മോൾ ആംഗിൾസ് എന്താണ്? ഡീവിയേഷൻ ഈക്വൽ ടു എ ഇൻറ്റു എൻ മൈനസ് 1. ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നും കൂടെ പറയുകയാണ്. So what is our question? Obtain refractive index of material of prism. Okay, ഒറ്റ പ്രാവശ്യം പറയൂ, ശ്രദ്ധിച്ചിരിക്കണം. So listen properly. You consider a triangular prism. So this is a triangular prism. Okay, then what is its name? A, B, C. Then a light ray is falling like this obliquely on the obliquely എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് on the face AB. At this point you can draw a normal, no problem. Okay, then what will happen to the light ray? Light ray undergoes refraction, it passes like this. Okay,
then it is emerging, am I right? At this point you can draw another normal. Okay, normal okay. Then light ray, if it is not undergoing any deviation, it has to come like this. If it is bending towards a normal, it has to move like this, but it is entering from denser medium to rarer medium, so it will bend away from the normal, so it will come like this, no problem. This is incident ray, this is refracted ray, that is emergent ray. Incident ray, angle between incident ray and normal, angle of incidence. Angle between emergent ray and normal, angle of emergence, no problem. Then this is a refracted ray, it makes angles R1 and R2, okay. Then you extend the normals, okay, they meet here, okay. Then see, I am extending incident ray, so incident ray extended, then extending the emergent ray, they meet here, so this angle is known by the name angle of deviation. What is it? Angle of deviation, angle of deviation, okay. Then see, name the points, this point is Q, this is R, okay. Then this point is named M and this is N, no problem. Then you can find a triangle here QNR. In the triangle QNR, the sum of three angles will be 180. See, you can find three angles, R1, R2 and this angle. This is angle QNR, am I right? Sum of these three is 180. So say R1 plus R2 plus angle QNR gives 180 degree, no problem. Equation number 1. Then what is the next one? See, the AQNR is a quadrilateral. So AQNR is a quadrilateral. The sum of four angles will be 360 degree. This angle is 90, that angle is 90, so 90 plus 90 will be 180. So the sum of remaining two angles will be the remaining 180. So A plus this will be equal to 180. So angle A plus angle QNR is equal to remaining 180, okay. So I am getting the second equation. You just compare the equations, right side same, QNR common, then A will be definitely equal to R1 plus R2. So R1 plus R2 will be equal to A. So I am getting a result here. Then see, this is angle of incidence. The continuation of this line you can find here. The continuation of this line you can find here. See, if this is I, this full angle will be I. Okay, vertically opposite angles. So this is I, this is R1. Then what will be this? This will be I minus R1. Then like that. See, the continuation of this line is this. Am I right? See, the continuation of this line is this one. Am I right? See, if this is E, this full angle will be E. So E, this is R2. So this will be E minus R2. No problem. So what about this angle? This is I minus R1 and that will be E minus R2. Okay. Then you can find a triangle here. Triangle MQR. So you can find a triangle MQR. In that triangle you are using exterior angle theorem. So exterior angle theorem. This angle plus this angle will be equal to delta. This is I minus R1. So I minus R1 plus this is E minus R2. E minus R2 equal to delta. Then I plus E minus R1 plus R2 is equal to delta. Am I right? So I plus E minus, what is R1 plus R2? A, equal to delta. It is a second equation I am getting. Okay. Now one more thing. See, if I is increased, angle of deviation decreases. Then on increasing I again, angle of deviation again decreases. It reaches a minimum value called angle of minimum deviation. And further increase of I causes the increase of delta. Okay, once again, when I is increased, angle of deviation decreases, it reaches a minimum value called angle of minimum deviation. Thereafter delta increases. So when I increases, angle of deviation decreases, it reaches a minimum value called angle of minimum deviation. What is it called? Angle of minimum deviation. Then on increasing I again,
angle of deviation also increases. Okay, the variations can be shown in a graph. See, the graph is shown like this. See here I and here delta. See, on increasing I, angle of deviation decreases. Okay, it reaches a minimum value. Okay, then on increasing I again, angle of deviation also increases. This minimum value of deviation is represented as dm. Okay, then what is the next one? So you consider this. See, the angle of deviation is now minimum. Delta is delta m now. So delta is delta dm now. Okay, delta is dm now. See, in this condition, on verifying the picture, you can find R1 and R2 will be equal. So R1 and R2 will be equal. You take both as R. Similarly, in that condition, I and E will be equal. I and E will be equal. You can take both as I. So then one more thing I forgot to say earlier. See, this refracted ray will be parallel to the base. Refracted ray will be parallel to the base. Clear? See, what are the things taking place at the minimum deviation condition? At the minimum deviation condition, R1 will be equal to R2. I will be equal to E, and the refracted ray will be parallel to the base of the prism. Keep in mind. Okay, at the minimum deviation condition, I equal to E, R1 equal to R2, then the refracted ray will be parallel to the base of the prism. Okay, then shall I put the values in these two equations? See, in these two equations I am putting values. R1 and R2 are equal. You can take both as R. So R plus R, 2R. So 2R equal to A. I am getting 2R equal to A. So what is R then? R is equal to A by 2. Then like that you put here. See, I and E are equal. You take both as I. So I plus I, 2I minus A equal to what? Delta is dm now. So dm. Then what is 2I now? 2I equal to dm plus A or A plus dm. Then I is equal to A plus dm divided by 2. Okay, this is answer of I, this is answer of R. Now you just consider this situation. This is our prism. Okay, light is falling like this. Then this is normal. Then light undergoes refraction. This is angle of incidence. This is angle of refraction. If it is a case, how will you calculate the refractive index of material of prism? Refractive index can be calculated as sin I by sin R. No problem. Then put the values. N equal to sin. What is I? What is I? A plus dm by 2. So A plus dm divided by 2. Then divided by sin. What is R? What is R? R is somewhere here. See, A by 2. So A by 2. So I am getting the result here. Then what is the result I got? Refractive index of material of prism. N is equal to sin A plus dm by 2 divided by sin A by 2. Keep in mind. Very, very important result. Then I am erasing everything. See, what is the final result I got? Refractive index of material of prism is equal to sin A plus dm divided by 2 divided by sin A by 2. No problem. Then for small angles, if the angles are small, then sin theta can be approximately equal to theta. Then you can modify your equations. So n can be written as, say, sin that becomes, say, n equal to, instead of sin theta you write theta. So what is theta there? A plus dm divided by 2 divided by, instead of sin theta you write theta. So A by 2. Here you can cancel 2. See, n is equal to what then? N is equal to A plus dm by A then. A plus dm divided by A. So n is equal to A by A plus dm by A. A by A is 1 plus dm divided by A. Okay. Then n minus 1 equal to what? Dm divided by A. Then cross it. So dm equal to, say, n minus 1 into A. Then dm is what? Minimum value of deviation. So shall I write it by the original name? See, delta deviation is equal to n minus 1 into A. So you can use this equation if the angles are small. So say deviation can be calculated using the formula. Deviation is equal to n minus 1 into A. Is it clear? അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാണ്.
ബാക്കി ടോപ്പിക്കുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാം എല്ലാമാണ് സ്കൂളിൽ പലപ്പോഴും ടോപ്പിക്ക് അഡ്വാൻസ് ചെയ്ത് പോയി കാണും. അപ്പോൾ ചിലപ്പോൾ ഹോൾ ടോപ്പിക്ക് എക്സാമും ഒക്കെ വരുന്ന സ്കൂളുകളും ഉണ്ടാവാം. അപ്പോൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ കയറിയിട്ട് കാര്യമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇരുന്ന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് പഠിച്ചാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. രാത്രി ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം പഠിച്ച് തീർത്തിട്ട് പോയി പരീക്ഷ എഴുതുക. അതാണ് ഏറ്റവും നല്ല ബുദ്ധി. അല്ലാതെ ഞാൻ ഇത് മൊത്തം പഠിച്ചതെല്ലാം തീർത്തിട്ടേ പരീക്ഷയ്ക്ക് പോകൂ എന്ന് വിചാരിച്ചാൽ നമ്മൾ രാത്രി ഉറക്കം ഒഴിഞ്ഞിരിക്കേണ്ടി വരും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ഒന്നും മെമ്മറിയിൽ കാണത്തില്ല, ഉറക്കം തെളിയില്ല, BP വേരിയേഷനും ബാക്കി കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കത് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. ഒന്നും ദൈവം സഹായിച്ച് ഓർമ്മയിൽ വരില്ല. അപ്പോൾ അത് ഓർത്തോണം. ഇപ്പോൾ 14 ചാപ്റ്റർ ഉണ്ട്. ഈ 14 ചാപ്റ്ററിൻ്റെ ടെസ്റ്റാണ് സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത്. 14 ചാപ്റ്ററിൻ്റെ എക്സാം ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് പോയി. ഞാനിപ്പോൾ 8 എണ്ണം പഠിച്ചു, അല്ലെങ്കിൽ 9 എണ്ണം പഠിച്ചു. 9 എണ്ണം മാന്യമായിട്ട് പഠിച്ചു. അപ്പോഴേക്കും എൻ്റെ സമയമെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി എൻ്റെ ധൈര്യമാണ്. ബാക്കിയെല്ലാം ഞാൻ ക്ലാസ്സിൽ കേട്ട ഓർമ്മയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതും എന്നും പറഞ്ഞ് അങ്ങ് പോകുന്ന ആൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു പോറലും ഇല്ലാതെ വരും. പക്ഷേ ഈ 14 ചാപ്റ്ററും പഠിച്ചേ അടങ്ങൂ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? രാത്രി കുത്തിയിരുന്ന് പഠിക്കും. അപ്പോൾ 8 എണ്ണം പഠിക്കാനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇനി 6 ചാപ്റ്റർ കൂടെ പഠിക്കണം. അപ്പോൾ രാത്രി ഇരുന്ന് പഠിച്ചാൽ തീരുമോ? പറ്റുന്ന രീതിയിലൊക്കെ പഠിച്ച് മണ്ടേ കയറ്റി ഭ്രാന്തായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉറക്കത്തിൻ്റെ പിച്ചിൽ നമുക്കൊന്നും ഓർമ്മയിൽ വരത്തുമില്ല. നമുക്ക് ആകെപ്പാടെ ഒരു ബോഡിയും വളരെ വീക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്, ഒന്നും ഓർമ്മയിൽ വരത്തില്ല. അപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. അതുകൊണ്ട് ഏറ്റവും നല്ല തീരുമാനം എന്ന് പറയുന്നത് പഠിക്കാൻ പറ്റുന്നത് ഏറ്റവും വൃത്തിയായിട്ട് ക്ലീനായിട്ട് പഠിക്കുക, പോയിരുന്ന് എഴുതുക. ബാക്കി നമ്മൾ കേട്ടത് വെച്ച് എഴുതാം എന്നങ്ങ് വിചാരിച്ചേക്കുക. ഒന്നും ദോഷമായിട്ട് സംഭവിക്കില്ല. ഓക്കെ, സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.